സേനാപതി വേണു, നോക്കൂ, മതേതരത്വം എന്ന് എത്ര ആവർത്തിയാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയാറ്? എന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയാലും SDPIയുടെ വോട്ട് കിട്ടിയാലും സാരമില്ലെന്നും അതുറക്കെ പറയാൻ പോലും മടിയില്ലെന്നും ഉള്ള അവസ്ഥയിലേക്ക് എത്തിയത്. എന്തൊരു കഷ്ടകാലത്തിലാണ് നിങ്ങളുടെ സഞ്ചാരം, നിങ്ങളുടെ വോട്ടുപിടുത്തം, ജയിച്ചു കയറാമെന്ന മോഹം. ഒന്ന്, ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വാർഡിൽ 1000 ആള് അല്ലെങ്കിൽ 2000 ആളുകൾ, അവിടെ 10 വോട്ട് 15 വോട്ട്, ഒരു വോട്ട് ചിലപ്പോൾ ടോസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ജയിക്കുന്നത്. അവിടെ ഒരാളുടെയും നെറ്റിയിൽ ഇവൻ ജമാഅത്തെ ഇസ്ലാമി, ഇവൻ വെൽഫെയർ പാർട്ടി, ഇല്ലെങ്കിൽ ഇവൻ പോപ്പുലർ ഫ്രണ്ട്, ഇതൊന്നും എഴുതിയിട്ടില്ല. അവിടെ വാർഡുകളിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകീകൃതമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടോ മുന്നണിയുമായിട്ടോ, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം അതുണ്ടാവുകയുമില്ല. അത് പ്രാദേശികമായിട്ട് ഇപ്പം പല സ്ഥലത്തും, ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെയൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ SDPI ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷം ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. മറ്റ് പത്തനംതിട്ട ജില്ലയിലൊക്കെ അത് ആരോ ആയിക്കോട്ടെ, അത് നിങ്ങളും ഇടതുപക്ഷവും ഒക്കെ ചെയ്യേണ്ട കാര്യമാണോ എന്നാണ് ചോദ്യം. അത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ്. അതിന് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി വോട്ടർമാരായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുക, ആ കാര്യത്തിൽ തർക്കമില്ല. അത് BJP-കാരൻ സ്വീകരിക്കുമല്ലോ, അതല്ലേ അവർ പറഞ്ഞു. അല്ലാതെ ഞങ്ങൾക്ക് ഇന്നയാളുടെ വോട്ട് വേണ്ട, ഇന്നയാളുടെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുമ്പോൾ രാവിലെ നമ്മൾ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട വോട്ടർമാരെ, ഇന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ആ കൂട്ടത്തിൽ ഒരു അനൗൺസ്മെന്റും കൂടെ, നിങ്ങൾ ഇന്ന ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു അനൗൺസ്മെന്റ് നമ്മൾ ഒരിടത്തും നടത്താറില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞേ, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലാകാലങ്ങളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ വ്യാഖ്യാനവും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയും ഇല്ലെങ്കിൽ അവരുടെ പാർട്ടികളും ഒക്കെയായി. അതായത് ദേശാഭിമാനി പത്രത്തിലെ ഒരു മുഖപ്രസംഗം തന്നെ നമ്മൾ പല ചർച്ചകളിലും വന്നിട്ടുള്ളതാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ അവരെടുത്ത തീരുമാനം, 2 തീരുമാനങ്ങൾ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാനായിട്ട് അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും ഇവരുമായിട്ട് പരസ്യമായ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമോ ഇല്ലെങ്കിൽ പരസ്യമായി ഇവരുമായിട്ട് പ്ലാറ്റ്ഫോം പങ്കിടുകയോ വേദി പങ്കിടുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരുപക്ഷെ കൃഷ്ണരാജ് ഓർക്കുന്നുണ്ടാകും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോഴേക്കും 6 or 7 SDPI-കാർ അവരൊരു കൊടിയുമായിട്ട് ഇറങ്ങിയിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 10,000-12,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ 500 അല്ലെങ്കിൽ 1000 വോട്ട് മാത്രം അവിടെയുള്ള ആളുകൾ ഇറങ്ങി പ്രകടനമായിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ അവർ നിലനിൽക്കുന്നുവെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ആന്റി എൻകംബൻസി, ഒരു ഭരണവിരുദ്ധ വികാരം, അത് സുരേഷ് ബാബു സാർ പറഞ്ഞ് MA ബേബിയുടെ വാക്കുകളെ കടമെടുത്ത് ജീവിതാനുഭവം ഉള്ള കേരളത്തിലെ ആളുകളാണ് ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാനായിട്ട് പോകുന്നത്. ഇവര് 2000 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ 5 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. സർക്കാർ മനുഷ്യരിൽ നിന്ന് ഈടാക്കുന്ന നികുതികളിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുക. ഇടുക്കി ഡാം ഏകദേശം ഫുള്ളായി കിടക്കുക. ഇത് ജലവൈദ്യുത പദ്ധതിയല്ലേ, ഇതിന് വേറെ പ്രത്യേക അഡീഷണൽ ചെലവുകളൊന്നും വരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് PM സുരേഷ് ബാബു സാറിന് അറിയാം, ഞങ്ങൾ യൂണിറ്റിന് നിലവിലെ ചാർജ് 20 പൈസ കുറച്ചു കൊടുത്തൊരു ഗവൺമെന്റാണ്. നിങ്ങൾ കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ 5 പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. അടുത്ത മാർച്ച് മുതൽ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ട് പോയിരിക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകളിൽ നിന്ന് സ്വീകരിക്കാവുന്ന നികുതികൾ മുഴുവൻ, ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണ പെർമിറ്റിന് നമുക്കറിയാം 350 രൂപ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്തുള്ളത് 13,500 രൂപയാക്കി, എന്നിട്ട് അത് പകുതിയാക്കി കുറച്ചു. എന്നിട്ട് ദേശാഭിമാനിലെ വാർത്ത എന്താ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പകുതിയാക്കി കുറച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, 350 175 ആക്കി എന്നാണോ? അല്ല, 13,500 ആക്കിയതിനെ 6,750 ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ജൽപ്പനങ്ങളും ഗിമ്മിക്കുകളും. ഇനി പെൻഷന്റെ കാര്യം തന്നെ, അത് പെൻഷൻ ഇപ്പോൾ ഒരു 2021 അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ്. 22 ബജറ്റിൽ നിങ്ങൾ പ്രഖ്യാപിച്ചു കൊടുത്തോ ഇല്ല, 23 കൊടുത്തോ, നിങ്ങൾ 24 കൊടുത്തോ ഇല്ല, 25 നിങ്ങൾ കൊടുക്കുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ നിങ്ങൾ കൊടുക്കുന്നില്ല. ഒക്ടോബർ 29-ാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നവംബറിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ തലേദിവസം 48 മണിക്കൂർ മുമ്പ് ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ
അതിൽ അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഇനി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 1 കൊല്ലത്തേക്കുള്ള പെൻഷൻ കൂടി അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റായി ഇതാ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ 1 വർഷം ഞങ്ങൾക്കത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. മുൻകാല പ്രാബല്യത്തോടു കൂടി എന്തേ കൊടുക്കുന്നില്ലല്ലോ. അപ്പോ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ വോട്ട് സമാഹരിക്കാനുള്ളതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ജീവിതാനുഭവങ്ങളാണ്. ആ ജീവിതാനുഭവങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവര് പറയുന്നത്. ഇനി ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതിന് ഞാൻ വിരുദ്ധമായ ഒരു അഭിപ്രായം പറയുമ്പോൾ അങ്ങ് എന്നോട് ക്ഷോഭിക്കരുത്. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ് പന്തളം നഗരസഭ. അടിച്ചു പിരിഞ്ഞില്ലേ? നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് നഗരസഭയിലെ സ്ഥിതിവിശേഷം എന്താ? ചിലർ രാജിവെച്ചു പോകുന്നു, ചിലർ പിണങ്ങിപ്പോകുന്നു, ചിലർ കണ്ണുനീരുമായിട്ട് നിൽക്കുന്നു. കാരണം എന്താ? അത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളോട് പറയും ഞങ്ങൾ ഭയങ്കര പ്രിപ്പറേഷൻ നടത്തുകയാണ്, ഞങ്ങൾ വികസനമാണ് ഞങ്ങളുടെ അജണ്ട. ഇൻഡോർ എന്ന് പറയുന്ന ഒരു നഗരസഭ രാജ്യത്തിന് മാതൃകയായി അങ്ങും ഞാനും ഒക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെയൊന്നും മാതൃകയായി ഇത് ഞങ്ങളുടെ നഗരസഭ ഞങ്ങൾ വന്നു, അത് മാതൃകയായി. ഞങ്ങൾ പന്തളം നഗരസഭ ഇത് വ്യത്യസ്തമായി, ഞങ്ങൾ പാലക്കാട് നഗരസഭ ഞങ്ങൾ വ്യത്യസ്തമായി, ഇല്ലെങ്കിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് ഞങ്ങൾ വ്യത്യസ്തമായി. ഇതൊന്നുമില്ലെന്നേ. നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കാൾ 10 മടങ്ങാണ് അവിടെ നടക്കുന്ന തമ്മിത്തല്ലും ബഹളങ്ങളും ഒക്കെ. അതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.